ബ്രേക്കിംഗ് വാർത്തയുമായി നിൽക്കുന്നത് നോബൽ മാരിക്കാരനാണ്. കോൺഗ്രസ് ആസ്ഥാനത്താണ് നോബൽ മാരിക്കാരൻ ദില്ലിയിൽ നിൽക്കുന്നത്. എന്തോ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിലെ വാർത്തയുമായിട്ടാണ് നോബലിൻ്റെ വരവ്. ഒരുപക്ഷേ നമ്മുടെ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വാർത്തയായിരിക്കും. നമുക്ക് ചോദിച്ചു നോക്കാം നോബലിനോട്. നോബൽ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ആ വാർത്തയിലേക്ക് വരുന്നതിന് മുമ്പ് തമിഴ്നാട്ടിൽ ഡൽഹിയിലെ കാലാവസ്ഥയൊന്ന് പറയൂ. എന്താണ്, തണുപ്പൊക്കെ ഉണ്ടോ? തണുപ്പൊക്കെ പൂർണ്ണമായിട്ടും മാറി രാഷ്ട്രീയ കാലാവസ്ഥ ചൂടുപിടിച്ച് തുടങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം കാലാവസ്ഥ പറയൂ, അതിനുശേഷം നമുക്ക് ബ്രേക്കിംഗിലേക്ക് പോവാം. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ദില്ലിയിൽ ഇന്നിപ്പോൾ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു മഴ കൂടി പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ ചെറുതായി ചാറി തുടങ്ങിയിട്ടുണ്ട്. കാലാവസ്ഥ മാറുന്നതിൻ്റെ ഒരു ഭാഗമായി ദില്ലിയിൽ തണുപ്പ് തുടങ്ങുമ്പോഴും തണുപ്പ് അവസാനിക്കുമ്പോഴൊക്കെ മഴ പെയ്യുന്ന ഒരു പതിവുണ്ട്. ആ മഴയാണെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ പയ്യെ ചൂടിലേക്ക് ദില്ലി പോകും. ഏറെക്കുറെ ഇപ്പോൾ നമുക്ക് രാവിലെ വലിയ ജാക്കറ്റൊന്നും ഇല്ലാതെ നിൽക്കാവുന്ന രീതിയിലേക്ക് തണുപ്പ് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നല്ല തണുപ്പുണ്ടായത് നമ്മൾ 2 ജാക്കറ്റൊക്കെയാണ് നിന്നിരുന്നത്. ഇപ്പോൾ ഒരു ഹാഫ് ജാക്കറ്റിലേക്ക് മാറിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ചൂടിലേക്ക് ദില്ലി എത്തും. ഇപ്പോൾ ചെറിയൊരു നേരിയ മഴ രാവിലെ ദില്ലിയിൽ പെയ്യുന്നുണ്ട്. കോൺഗ്രസ് ആസ്ഥാനത്തൊക്കെ മഴ പെയ്ത് തണുക്കാൻ പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പം ഒരു മഴ പെയ്താലാണ് കാലാവസ്ഥ മാറുന്നത്. എന്തായാലും ഒരു യോഗം കൊണ്ട് കേരളത്തിലെ KPCC നേതൃത്വം മാറുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാലാവസ്ഥ മാറുന്നത് പോലെ കേരളത്തിലും ചില മാറ്റങ്ങൾ വരാൻ പോകുന്നുവല്ലേ? എന്താണ് ആ ബ്രേക്കിംഗ് നോബൽ? അരുൺ, കേരളത്തിലെ കോൺഗ്രസിലും വലിയ മാറ്റങ്ങൾക്കാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറെടുക്കുന്നത്. നാളെ ഈ കോൺഗ്രസ് ആസ്ഥാനത്ത് വെച്ചാണ് കേരളത്തിലെ നേതാക്കളുടെ യോഗം വിളിച്ചിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് യോഗം നടക്കും. ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് വരുന്ന മാർച്ച് മാസം ആദ്യ വാരം പുതിയ KPCC അധ്യക്ഷന്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വിവരം പുറത്തേക്ക് വരുന്നത്. നാളെ നടക്കുന്ന യോഗത്തിൽ കാര്യങ്ങൾ മുഴുവൻ നേതാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അതിനുശേഷം ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനത്തിലേക്ക് പോകാനാണ് ഹൈക്കമാൻഡ് ഒരുങ്ങുന്നത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. കേരളം മാത്രമല്ല, കേരളത്തോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന അസമിലും ഒരു സമ്പൂർണ്ണ പുനഃസംഘടനയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുന്നത്. ഇന്നിപ്പോൾ അസമിലെ നേതാക്കളുടെ യോഗമാണ് ദില്ലിയിൽ നടക്കാൻ പോകുന്നത്. അതിനുശേഷം നാളെ കേരളത്തിലെ നേതാക്കളുടെ യോഗം നടക്കും. കേരളത്തിലെ നേതാക്കളെ പ്രത്യേകം രാഹുൽ ഗാന്ധി കാണുന്നുണ്ട് എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. നാളെ 4 മണിക്കാണ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ അതിനു മുൻപായി ചില പ്രധാനപ്പെട്ട നേതാക്കളെ രാഹുൽ ഗാന്ധി പ്രത്യേകം കണ്ട് സാഹചര്യം സംസാരിക്കും. അതിനുശേഷമായിരിക്കും യോഗത്തിൽ മുഴുവൻ സാഹചര്യവും നേതാക്കളോട് ബോധിപ്പിക്കുക. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ നേതൃത്വവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു റിപ്പോർട്ട് ഹൈക്കമാൻഡിന് മുന്നിൽ ഉണ്ട്. സ്വാഭാവികമായും അതിനു പിന്നാലെയാണ് പുനഃസംഘടന എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയത്. K. സുധാകരനെ അടക്കം മാറ്റിക്കൊണ്ട് കേരളത്തെ 10 DCC അധ്യക്ഷന്മാരെ മാറ്റിക്കൊണ്ടുള്ള പുനഃസംഘടനയായിരിക്കും കോൺഗ്രസ് നടത്താൻ പോകുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിനകത്ത് എറണാകുളം, മലപ്പുറം, അതോടൊപ്പം തന്നെ കണ്ണൂർ, തൃശ്ശൂർ ഈ 4 ജില്ലകളിൽ മാറ്റം ഉണ്ടാകില്ല. അതിനു പകരം ബാക്കി 10 ജില്ലകളിലെയും DCC പ്രസിഡന്റുമാർ മാറും എന്ന വിവരം പുറത്തേക്ക് വരുന്നു. എന്താണെങ്കിലും മാർച്ച് ആദ്യ വാരത്തിൽ തന്നെ കോൺഗ്രസ് അധ്യക്ഷന്റെ പ്രഖ്യാപനം ഉണ്ടാകും. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് എതിർപ്പുകൾ ഉണ്ടായാൽ അത് തൽക്കാലം പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഹൈക്കമാൻഡിന് ഉള്ളത് എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം സ്വാഭാവികമായും K. സുധാകരനെ അനുകൂലിച്ച് ഒരു പക്ഷം നേതാക്കൾ രംഗത്തുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട പല നേതാക്കൾക്കും K. സുധാകരൻ മാറണം എന്നത് നിലപാട് തന്നെയാണ് ഉള്ളത്. പക്ഷേ അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം എന്നൊരു അത്തരത്തിലൊരു കാര്യം മാത്രമാണ് അവർ ഇത് പറയുന്ന ഒരു പ്രധാന ഡിമാൻഡായി പറയുന്നത്. ആ ബോധ്യപ്പെടുത്തൽ എന്താണെങ്കിലും നാളത്തെ യോഗത്തിൽ ഉണ്ടാകും. സാഹചര്യം കൃത്യമായി തന്നെ കേരളത്തിലെ നേതാക്കളെ അറിയിക്കും. അതോടൊപ്പം തന്നെ ആദ്യം സൂചിപ്പിച്ച രാഹുൽ ഗാന്ധിയുമായി നടക്കുന്ന പ്രധാന കൂടിക്കാഴ്ച, അതായത് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളായിട്ടായിരിക്കും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുക. അതിൽ പല നേതാക്കൾക്കും ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധി അപ്പോയിൻമെന്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ കാര്യങ്ങൾ കൃത്യമായി തന്നെ നേതാക്കളെ ധരിപ്പിച്ചായിരിക്കും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുക. കേരളത്തിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡിന് പ്രത്യേക പരിഗണനയുണ്ട്. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ MP ആണ്. അത് പശ്ചാത്തലത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെക്കും രാഹുൽ ഗാന്ധിക്കും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പം KC വേണുഗോപാലിനും പ്രത്യേക താല്പര്യം കേരളത്തിലെ സംസ്ഥാന നേതാക്കൾക്ക് ഇനി കേരളത്തിന്റെ വിധി വിട്ടുകൊടുക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടില്ല. പ്രത്യേകിച്ച് 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസാമിൽ KPCC അധ്യക്ഷന്മാരും അതേ നിലയിൽ തന്നെ കേരളത്തിലും മാറട്ടെ. സംഘടനയ്ക്ക് ഒരു ഊർജ്ജം നൽകണം, സംഘടനയെ ഏകോപിപ്പിക്കണം, സംഘടനയെ പ്രവർത്തനക്ഷമമാക്കാൻ പറ്റുന്ന ഒരു അധ്യക്ഷനെ തീരുമാനിക്കുക എന്നതാണ് ഹൈക്കമാൻഡിന്റെ ലക്ഷ്യം, അല്ലേ? തീർച്ചയായും. അതായത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. ഈ 2 തെരഞ്ഞെടുപ്പുകളും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ആ പശ്ചാത്തലത്തിൽ പുതിയ നേതൃത്വം വന്ന് പുതിയ ഉണർവോടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടെ എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹൈക്കമാൻഡ് പ്രത്യേക തീരുമാനത്തിലേക്ക് KPCC അധ്യക്ഷൻ അടക്കമുള്ളവരെ മാറ്റിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. അത് കേരളത്തിലെ കാര്യം മാത്രമല്ല, അസാമിലും പുതിയ KPCC അധ്യക്ഷൻ വരും. അസാമിലും പുതിയ കോൺഗ്രസ് അധ്യക്ഷൻ വരും. അത്തരത്തിൽ അസാം PCCയും പുതിയ അധ്യക്ഷൻ വന്നുകൊണ്ട് അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട 2 സംസ്ഥാനങ്ങൾ, കേരളത്തിനൊപ്പം തന്നെ അസാമിലും തെരഞ്ഞെടുപ്പാണ്. പ്രധാനപ്പെട്ട 2 സംസ്ഥാനങ്ങളിൽ നേതൃമാറ്റം നടത്തിക്കൊണ്ട് പുതിയൊരു ഊർജ്ജത്തോടെ പുതിയ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം. അതേസമയം കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനോടകം തന്നെ പല നേതാക്കളും K. സുധാകരനെ മാറ്റണം എന്ന ആവശ്യം കൃത്യമായി
കൃത്യമായി തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ രാഹുൽ ഗാന്ധിയുമായി എംപിമാർ അടക്കം നടത്തിയ കൂടിക്കാഴ്ചയിൽ പുനഃസംഘടന നടത്തുകയാണെങ്കിൽ എത്രയും വേഗം നടത്തണം എന്ന നിലപാട് പല എംപിമാരും പങ്കുവെച്ചെന്ന വിവരവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നോബൽ. അതായത് വൈകുന്ന ഓരോ നിമിഷവും മറുഭാഗത്ത് CPM ആണെങ്കിലും CPI ആണെങ്കിലും അവരുടെ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് സംസ്ഥാന സമ്മേളനത്തിലേക്ക് CPM കടക്കുന്നു. എല്ലായിടങ്ങളിലും അവരുടെ സംഘടനകളും ബഹുജനവർഗ സംഘടനകളും ഒക്കെ വളരെ കൃത്യമായി ചിട്ടയായി പ്രവർത്തിക്കുന്നു. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ബൂത്ത് തലം മുതൽ സജീവമാകേണ്ട സമയമാണ്. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ളൊരു നേതൃത്വം വരണം എന്നുള്ളതാണ് കണക്കൂട്ടൽ. ഒരു കാര്യം കൂടി ഉണ്ടല്ലോ നോബൽ, DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിലും മാറ്റമുണ്ടാവുന്നു എന്നാണ് അറിയുന്നത്. എറണാകുളം, അതേപോലെ തൃശ്ശൂർ, കണ്ണൂർ, മലപ്പുറം ഈ 4 DCC അധ്യക്ഷന്മാരൊഴികെ ബാക്കി 10 DCC അധ്യക്ഷന്മാർക്കും ചലനമുണ്ടാവും. വയനാട്ടിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന ND അപ്പച്ചനടക്കം അല്ലേ? തീർച്ചയായും 10 DCC അധ്യക്ഷന്മാരെ മാറ്റും. അതായത് എറണാകുളവും അതോടൊപ്പം തന്നെ മലപ്പുറവും തൃശ്ശൂരും കണ്ണൂരും നന്നായി പ്രവർത്തിക്കുന്ന DCCകളാണ് എന്ന വിലയിരുത്തൽ തന്നെയാണ് ഹൈക്കമാൻഡിനുമുള്ള. തൃശ്ശൂരിന് അടുത്ത ദിവസം, അതായത് മാസങ്ങൾക്ക് മുമ്പാണ് പുതിയ DCC അധ്യക്ഷൻ അവിടെ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് അതിലൊരു മാറ്റം ഉണ്ടാവില്ല. ഏറെക്കുറെ 1 മാസം മാത്രമാണ് ആകുന്ന പുതിയ DCC അധ്യക്ഷൻ തൃശ്ശൂർ എത്തിയിട്ട്. ആ പശ്ചാത്തലത്തിലാണ് തൃശ്ശൂരിലും ഒരു മാറ്റം ഉണ്ടാകാത്തത്. മലപ്പുറത്തും VS ജോയ് നന്നായി പ്രവർത്തിക്കുന്ന ഒരു വിലയിരുത്തൽ പാർട്ടിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആ പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും ഈ 4 DCC അധ്യക്ഷന്മാർ മാറില്ല. മറിച്ച് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ അടക്കം എറണാകുളമില്ല, ഇടുക്കി, അതോടൊപ്പം തന്നെ കോട്ടയം, പാലക്കാട് അടക്കമുള്ള ജില്ലകളിലൊക്കെ DCC അധ്യക്ഷന്മാർ മാറിക്കൊണ്ട് പുതിയ DCC അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ചകൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വയനാടിൻ്റെയും കോഴിക്കോടിൻ്റെയും കാര്യത്തിൽ MK രാഘവൻ MPയുമായും അതോടൊപ്പം തന്നെ T സിദ്ദിഖ് MLAയുമായി ദീപാദാസ് മുൻഷി ദില്ലിയിൽ വിളിപ്പിച്ച് ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച 2 ദിവസം മുമ്പാണ് ദില്ലിയിൽ നടന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ എന്താണെങ്കിലും DCCകളുടെ കാര്യത്തിലും ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് പോകുന്നത്. നിലവിലത്തെ DCC അധ്യക്ഷന്മാർ പലയിടത്തും പ്രവർത്തനം അത് ഒട്ടും നടക്കുന്നില്ല എന്ന വിലയിരുത്തൽ കൃത്യമായി തന്നെ നമുക്കും അത് പ്രകടമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. എറണാകുളവും മലപ്പുറവും ഒഴികെ, കണ്ണൂരുമൊക്കെ ഒഴികെ മറ്റൊരിടത്തും കോൺഗ്രസിന്റെ ജില്ലാ സംവിധാനം പ്രവർത്തിക്കുന്നതായി വാർത്തകളിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇത് ഹൈക്കമാൻഡ് കൃത്യമായി തന്നെ അറിയാനും പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കെ സുധാകരൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്തിട്ടുള്ള പല നിലപാടുകളും പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുള്ള കാര്യവുമൊക്കെ കൃത്യമായി തന്നെ MPമാർ ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. പല ഘട്ടങ്ങളിലും അദ്ദേഹം പറഞ്ഞ പല വാചകങ്ങളും വലിയ പ്രതിസന്ധിയാവുകയും പിന്നീട് അദ്ദേഹത്തിന് തന്നെ തിരുത്തേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് കൃത്യമായി തന്നെ ഹൈക്കമാൻഡ് റീഡ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ കനഗുരുവിൻ്റെ റിപ്പോർട്ടിലും സമ്പൂർണ്ണ പുനഃസംഘടന ഉടനെ വേണം എന്ന നിലപാടാണ് ഹൈക്കമാൻഡിനോട് പറഞ്ഞിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ എത്രയും വേഗം ഹൈക്കമാൻഡ് ആ തീരുമാനത്തിലേക്ക് കടക്കും. ഒരുപക്ഷേ നാളെ നടക്കുന്ന യോഗം പ്രധാനമായും കേരളത്തിലെ സാഹചര്യം സംസാരിക്കുന്നതിനൊപ്പം തന്നെ എന്താണ് നിലവിൽ അവിടെ നടക്കുന്നത്, ഏത് തരത്തിലായിരിക്കണം ഈ പുനഃസംഘടന പോവുക എന്ന കാര്യമൊക്കെ കൃത്യമായി തന്നെ ഹൈക്കമാൻഡ് നേതാക്കളെ മാർച്ച് ആദ്യവാരം തന്നെ KPCC അധ്യക്ഷനെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് ഇപ്പോൾ ഡൽഹി ആസ്ഥാനത്ത് നോബൽ മാരിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് സംഘടനയെ ചലിപ്പിക്കുക, അതിന് എത്രയും പെട്ടെന്നൊരു തീരുമാനം വേണം എന്നുള്ളത് പല നേതാക്കളും ഏകസ്വരത്തിൽ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കെ സുധാകരനെ മാറ്റുമ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന് അപമാനമുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു എക്സിറ്റ് ഉണ്ടാക്കരുത്. ഒരു ഓണറബിൾ എക്സിറ്റ് കൊടുക്കണം, ഒരു അൺസെറിമോണിയൽ എക്സിറ്റ് കൊടുക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അദ്ദേഹം MP ആയി തന്നെ തുടരും. ഒരുപക്ഷെ മറ്റേതെങ്കിലും തരത്തിലുള്ള പദവികൾ നൽകാനും സാധ്യതയുണ്ട്. അങ്ങനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയൊരു മുഖം വരുന്നു. അത് നിലവിലുള്ള സാഹചര്യത്തിൽ അടൂർ പ്രകാശ് ആവാനാണ് സാധ്യത കൂടുതൽ. ബെന്നി ബെഹനാന്റെ പേരും പരിഗണിച്ചിരുന്നു. നേരത്തെ സണ്ണി ജോസഫിന്റെയും റോജി M ജോണിന്റെയും പേരും ഒക്കെ നമ്മൾ കേട്ടിരുന്നു. ഇതൊക്കെ പരിഗണിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ആരാണെങ്കിലും സംഘടനയെ ചലിപ്പിച്ച് മതിയാകൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അടൂർ പ്രകാശിന്റെ പേരിന് തന്നെയാണ് ഇപ്പോഴും പ്രാധാന്യം. അടൂർ പ്രകാശ് വന്നാൽ അത് മറ്റ് VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിലും ഒന്നും എതിരഭിപ്രായം ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല.